PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 10th പ്രിലിംസ് എക്സാം വരാൻ പോകുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കുറേ പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് നമുക്കിനി റെഗുലറായിട്ട് എല്ലാ ദിവസവും 10th പ്രിലിംസിന് പഠിച്ചു തുടങ്ങാം കേട്ടോ. ഇന്ന് മുതൽ റെഗുലർ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും 10th പ്രിലിംസും LGS പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇത് 10th പ്രിലിംസിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് സിലബസിന് ഒന്നുകൂടി പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്ത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നും പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ശാസ്ത്ര സാങ്കേതിക മേഖല, അതായത് സിലബസിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഫസ്റ്റ് പാർട്ടിലെ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഓരോ ടോപ്പിക്ക് വെച്ച് പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ശാസ്ത്ര സാങ്കേതിക മേഖലയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബഹിരാകാശ മേഖല. ഇന്ത്യയിലെ ബഹിരാകാശ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള ചന്ദ്രയാനെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ചന്ദ്രയാനെക്കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നും പഠിക്കാനുള്ള കാര്യങ്ങൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഇപ്പം തന്നെ ഈ വീഡിയോയുടെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഓരോരോ പോയിൻ്റുകളായിട്ട് പഠിച്ചു പോകാം. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. ISROയുടെ മൂന്നാമത്തെ ചന്ദ്ര ദൗത്യത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ചന്ദ്രയാൻ 3 എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ചന്ദ്രഭൗമത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിനും ചുറ്റിക്കറങ്ങുന്നതിനുമായി നിർമ്മിച്ച ചന്ദ്രയാൻ 2വിൻ്റെ തുടർ ദൗത്യമാണ് ചന്ദ്രയാൻ 3. അപ്പോൾ ചന്ദ്രയാൻ 2വിൻ്റെ ഒരു തുടർ ദൗത്യം തന്നെയാണ് ഏത്? ഈ ഒരു ചന്ദ്രയാൻ 3 എന്നും പറയുന്നത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 എന്നാണ്. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനം, ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് LV-M3M4 ആണ് കേട്ടോ. എന്താണ്? LV-M3M4 ആണ് ഈ ഒരു ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഓർത്തെ, ISROയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേരെന്ത്? ആ വാക്കിൽ തന്നെയുണ്ടല്ലേ, ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 2വിൻ്റെ തുടർച്ച എന്നോണമാണ് ചന്ദ്രയാൻ 3 വരുന്നത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ജൂലൈ 14, 2023 എന്നാണ്. ജൂലൈ 14, 2023. വിക്ഷേപണ വാഹനം ഏതാണ്? LV-M3M4 ആണ്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. അത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി എന്തായിരുന്നു ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? 3 ലക്ഷ്യങ്ങളായിരുന്നു ചന്ദ്രയാൻ 3ക്ക് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ, ചന്ദ്രഭൗമോപരിതലത്തിൽ സുരക്ഷിതമായിട്ടുള്ള സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക. ചന്ദ്രഭൗമോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക. ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക. ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക. ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക. ചന്ദ്രയാൻ 3യുടെ ചാന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങിയത്, വിക്ഷേപിച്ചത് ജൂലൈ 14, 2023 നമ്മൾ പറഞ്ഞു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ഈ ഒരു ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്നത്. ഓർക്കണേ, എന്നാണ്? 2023 ഓഗസ്റ്റ് 23 ഇറങ്ങുന്നത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആണ് ഈ ഒരു ഗർത്തങ്ങളുടെ ഇടയിൽ വെച്ചിട്ടാണ് ഗർത്തങ്ങൾക്കിടയിലുള്ള സമതല പ്രദേശത്താണ് ഈ ലാൻഡർ ഇറങ്ങുന്നത് എന്നുകൂടി ഓർക്കുക. ഇനി ചന്ദ്രയാൻ 3 ഭൗമോപരിതലത്തിൽ ഇറങ്ങിയതോടുകൂടി ഏതൊക്കെ രാജ്യങ്ങളുടെ ശേഷമാണ് ഇന്ത്യ വരുന്നത്? അതായത് USA, നമുക്ക് നോക്കാം. USA, അതുപോലെ തന്നെ റഷ്യ, ചൈന. USA, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളോടൊപ്പം സോഫ്റ്റ് ലാൻഡിങ്, അതായത് ചന്ദ്രൻ്റെ ഭൗമോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തി എന്നൊരു ഖ്യാതി ആയിട്ട് ആരിലേക്ക് മാറി? ഇന്ത്യയിലേക്ക് മാറി. അപ്പോൾ USA, റഷ്യ, ചൈനയ്ക്ക് ശേഷം ഈ ഒരു ചന്ദ്രനിൽ കാലുകൂത്തുന്ന 4ാമത്തെ രാജ്യമായിട്ട് ആര് മാറി?
ഈ നമ്മുടെ ഇന്ത്യ മാറി. അതുകൂടാതെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യവും ചന്ദ്രനിൽ പേടകമിറക്കുന്ന 4ാമത്തെ രാജ്യവുമായി മാറി. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ചന്ദ്രനിൽ പേടകമിറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ്. ആദ്യം USA, റഷ്യ, ചൈന, അത് കഴിഞ്ഞാണ് ഇന്ത്യ വരുന്നത്. പക്ഷേ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ചന്ദ്രൻ്റെ ഈ ഒരു ചന്ദ്രയാനിൽ പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം, ചന്ദ്രയാൻ്റെ 3ൻ്റെ പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് കേട്ടോ. ചന്ദ്രയാൻ 3യുടെ പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ്? ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നതാണ്. ഇനി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം ചന്ദ്രയാൻ 3 അത് ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം പിന്നീട് വന്ന മെസ്സേജ് ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും എന്നതാണ് കേട്ടോ. ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും. അപ്പോൾ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം വന്ന ആദ്യ സന്ദേശം ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും എന്നതായിരുന്നു. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നതാണ്. ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന ആദ്യ സന്ദേശം ഏതായിരുന്നു? ഇന്ത്യ ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും എന്നതാണ്. ഇനി ഈ ഒരു ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൽ സക്സസ് ആയ ശേഷം ISRO ചെയർമാനായിരുന്ന ഡോക്ടർ S. സോമനാഥ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്, അതും കൂടി ഓർത്തിരിക്കുക. നമ്മൾ ചന്ദ്രന് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിരിക്കുന്നു, നിങ്ങളുടെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു എന്ന് കുട്ടികളോട് പറയൂ. എങ്ങനെയാണ് ഈ വിജയത്തിന് ശേഷം സോമനാഥ് ISRO ചെയർമാനായിട്ടുള്ള സോമനാഥ് പറഞ്ഞിട്ടുള്ളത്? എന്താണ്? നമ്മൾ ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിരിക്കുന്നു, നിങ്ങളുടെ സ്വപ്നം പൂവണിഞ്ഞെന്ന് കുട്ടികളോട് പറയൂ എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ചത്, ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ ഏത് പേരിലാണ് വിശേഷിപ്പിക്കുന്നത്? ശിവശക്തി പോയിന്റ്. എന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ മറക്കരുത്. ശിവശക്തി പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്? ചന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നതാണ് ശിവശക്തി പോയിന്റ് എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 2 ഈ ഒരു ചന്ദ്ര ഉപരിതലത്തിൽ സ്പർശിച്ച സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത് തിരങ്ക എന്നാണ് കേട്ടോ. തിരങ്ക എന്നാണ് എന്താണ് ചന്ദ്രയാൻ 2ൻ്റെ ചന്ദ്ര ഉപരിതലത്തിൽ സ്പർശിച്ച സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് ലാൻഡറും മറ്റൊന്ന് റോവറുമാണ്. ലാൻഡറിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേരാണ് വിക്രം എന്ന് പറയുന്നത് കേട്ടോ. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നുമാണ്. റോവറിൻ്റെ പേരെന്താണ്? റോവറിൻ്റെ പേര് പ്രഗ്യാൻ. അതുപോലെ തന്നെ ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്. അതുപോലെ ഈ ഒരു ചന്ദ്രയാൻ 3യുടെ പരിവേഷണ കാലം എന്ന് പറയുന്നത് 14 ഭൗമദിനങ്ങളാണ് കേട്ടോ. 14 ഭൗമദിനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം, 14 ഭൗമദിനങ്ങളാണ് ഈ ഒരു പരിവേഷണത്തിൻ്റെ കാലയളവ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ചന്ദ്രയാൻ 3യുടെ ദൗത്യത്തിൽ പങ്കെടുത്ത കുറച്ച് പ്രമുഖരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഒരു ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമ്പോൾ ISRO ചെയർമാൻ സോമനാഥാണ്. ആരാണ്? സോമനാഥാണ്. VSSC ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ ആണ് VSSC ഡയറക്ടർ. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ P. വീരമുത്തുവേലാണ്. ആരാണ്? P. വീരമുത്തുവേലാണ് പ്രൊജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 3യുടെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ കൽപ്പന K ആണ്. ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? കൽപ്പന K ആണ്. ഇനി ചന്ദ്രയാൻ 3യുടെ മിഷൻ ഡയറക്ടർ S. മോഹനകുമാറാണ്. മോഹനകുമാറാണ് ചന്ദ്രയാൻ 3യുടെ മിഷൻ ഡയറക്ടർ. ഇനി ചന്ദ്രയാൻ 3യുടെ വെഹിക്കിൾ റോക്കറ്റ് ഡയറക്ടർ ബിജു സി തോമസ് ആണ് ചന്ദ്രയാൻ 3യുടെ വെഹിക്കിൾ റോക്കറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇനി ഇത്രയുമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ISROയുടെ ചെയർമാൻ. ഇത് വിക്ഷേപിക്കുന്ന സമയത്ത് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ
എസ് സോമനാഥ്, അതുപോലെ തന്നെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ എസ്, അതുപോലെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേല്, ചന്ദ്രയാൻ ഡെപ്യൂട്ടി ഡയറക്ടർ കൽപ്പന കെ, മിഷൻ ഡയറക്ടർ എസ് മോഹൻകുമാർ, റോക്കറ്റ് ഡയറക്ടർ ബിജു സി തോമസ് എന്നിവരാണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചന്ദ്രയാൻ 3യുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.